രാവിലെ ടിഫിന് കൊടുക്കാനായിട്ട് മസാല ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പം ചിലർ ഈ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പം ഞാനതൊന്ന് പറഞ്ഞു പോയേക്കാം. ഇപ്പം ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചെറിയ 10 ഇഡലിയുടെ കണക്കായി പറയുന്നത്. അങ്ങനെ 10 ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മിനി തട്ട് ഇഡലി ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം. അതിലാവുമ്പം 10 അല്ല, അതിനേക്കാൾ കൂടിയ ഇഡലിയുടെ 10-20 ഇഡലിയുടെ മസാലയാവും ഈ 10 എണ്ണത്തിൻ്റേതിന്. അപ്പോൾ ഞാൻ ആ ഇഡലി ഉണ്ടാക്കിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ഞാനതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, അത് നന്നായി പൊട്ടിയതിന് ശേഷം തീ അങ്ങ് ഓഫാക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇഡലിക്കകത്ത് ഉപ്പ് ചേർത്തെങ്കിലും ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കണം ആ മസാലയിലേക്ക്. തീ ഓഫാക്കി ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ചൂടോടെ മസാല ഇടുവാണെങ്കിൽ കരിഞ്ഞു പോവും. ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴാണ് നല്ല കളറ് കിട്ടുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇഡലി അതിലിട്ടിട്ട് നന്നായി ആദ്യം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അതിനുശേഷം എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്, മസാല പിടിച്ചിട്ടില്ല എങ്കിൽ അത് ഇങ്ങനെ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്ത് അതിൽ മസാല ആകത്തക്ക വിധത്തിൽ ചെയ്ത് കൊടുക്കണേ. പിന്നീട് ഞാൻ നോർമൽ ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയും ഞാൻ ഉണ്ടാക്കിയ ഇടയ്ക്ക് നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂത്താക്ക് ടിഫിൻ 2 എണ്ണം വേണം. അപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ കോൺ കൊടുത്ത് വിടാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ആ കോണൊന്ന് ഇച്ചിരി ഉപ്പിട്ട് നന്നായി വേവിച്ചതിന് ശേഷം വെള്ളം വാലാൻ വെച്ചിട്ട് ഞാനത് വേറൊരു ബൗളിലോട്ടാക്കിയിട്ട് ഞാനിതിലേക്ക് ഇച്ചിരി ചാറ്റ് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം, മുളക് പൊടിയൊക്കെ ചേർക്കാം, ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇടാം. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി ചാറ്റ് മസാല മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് അവന് ഞാൻ ടിഫിൻ കൊടുത്തു. ഒരു സ്പൂൺ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഉച്ചക്കത്തേക്കിന് തോരൻ വെക്കുന്നത് ഇച്ചിരി കോവയ്ക്കയും ഒരു ക്യാരറ്റും ഉണ്ടായിരുന്നു, അതരിഞ്ഞതാണ്. അപ്പം സവാളയൊന്ന് ഞാൻ ഇച്ചിരി കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാളയൊന്ന് വാടി വന്നോണ്ടേ ഞാൻ ഈ കോവയ്ക്കകത്ത് തന്നെ ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞെവിടിയിട്ടുണ്ട്. എന്നിട്ടാണ് ചീനച്ചട്ടിയിലിട്ട് കൊടുത്തത്. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അയല മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചാണെന്ന് കറി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, 4-5 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടത് മീനിലോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ അച്ചാറിടാൻ വാങ്ങിച്ച മാങ്ങയ്ക്കകത്തുനിന്ന് ആ മാങ്ങാണ്ടിക്കകത്തുള്ള മാംസമൊക്കെ ഞാൻ ചെത്തിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അതിനധികം പുളിയില്ല, അതുകൊണ്ട് കുറച്ച് കുടംപുളിയും കൂടെ ചേർത്ത് 4-5 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള മീൻ ഞാനൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഇവിടെ നിന്ന് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുക് കൂടെ വറുത്ത് ചേർക്കണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിലിട്ടിട്ടുണ്ട്.